Now we will see the linear dependence and independence. If two or more quantities are said to be dependent, if there is a functional relation among them. For example, distance, time and speed. These three quantities are dependent, right? Because there is a relation among them. That means the speed equals distance divided by time. But when we talk about the length, time and mass, these three quantities are independent. If we have two quantities, length and time, we cannot find the value of mass. So these three values are independent quantities. And if we talk about the dependence in terms of vector space, two or more vectors in a vector space are dependent if there is a functional relation among them. Okay. So such a functional relation can contain only those operations which can be performed on vectors, and these are the linear operations of addition and scalar multiplication. അതായത് നമുക്കിപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫങ്ഷണൽ റിലേഷൻ ഉണ്ടായിരിക്കണം. ആ ക്വാണ്ടിറ്റീസിനിടയിൽ ഒരു ഫങ്ഷണൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഡിസ്റ്റൻസ്, ടൈം, സ്പീഡിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, മൂന്നാമത്തെ ക്വാണ്ടിറ്റി നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് അവിടെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല എങ്കിൽ, ആ മൂന്ന് ക്വാണ്ടിറ്റീസും ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ അതാണ് ലീനിയർ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് വെക്ടർ സ്പേസിൻ്റെ കേസാണെങ്കിലോ, ഇപ്പോൾ രണ്ടോ അതിലധികമോ വെക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫങ്ഷണൽ റിലേഷൻ ഉണ്ടായിരിക്കണം. ആ വെക്ടേഴ്സിനിടയിൽ ഒരു ഫങ്ഷണൽ റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഫങ്ഷണൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടേഴ്സിൻ്റെ കേസിൽ അത് ഓപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ലീനിയർ ഓപ്പറേഷൻസ്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മളൊരു വെക്ടർ സ്പേസിൻ്റെ കേസിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വെക്ടർ അഡീഷൻ അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷണൽ ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം നമ്മൾ ഈ പറയുന്ന വെക്ടേഴ്സ്. എങ്ങനെയാണെങ്കിൽ ആ വെക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് ആണ് എങ്കിൽ. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ ലീനിയർ ഡിപ്പെൻഡൻസ്? Let's see. Let V be a vector space over the field F. The vectors x1, x2, etc. xr in V are said to be linearly dependent if we can find the scalars alpha 1, alpha 2, etc. alpha r, at least one of them which is not 0, such that alpha 1 x1 is equal to alpha 2 x2 is equal to etc. plus alpha r xr is equal to 0. Also, we say that the set S is equal to x1, x2, etc. xr is a linearly dependent set of vectors in V. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസ്, ഓക്കെ, എഫ് എന്ന ഫീൽഡിൽ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ വെക്ടേഴ്സാണ് x1, x2, എക്സ്ട്രാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്കേലാർസ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ ആർ ഏതെങ്കിലും ഒന്നെങ്കിലും എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്കിപ്പോൾ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് ആൽഫ ആർ എക്സ് ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം അതിലെല്ലാ ടേംസും 0 അല്ല, ഏതെങ്കിലും ഒന്നെങ്കിലും എന്താണ്, നോൺ സീറോ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x1, x2, എക്സെട്ര എക്സ് ആർ എന്ന് പറയുന്നത് എന്താണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്? The vectors x1, x2, etc. xr in V are said to be linearly independent if they are not linearly dependent. Okay, we also say that the set S is equal to x1, x2, etc. xr is a linearly independent set of vectors in V. That is, the vectors x1, x2, etc. xr in V is said to be linearly independent if and only if the following condition is satisfied for any scalars alpha 1, alpha 2, etc. alpha r. If alpha 1 x1 plus alpha 2 x2 plus alpha 3 x3 plus etc. plus alpha r xr is equal to 0, then all these scalar values are 0. ഇവിടെ എല്ലാ സ്കേലാർ വാല്യൂസും 0 ആണെങ്കിൽ ആണ് എന്ത്, ആൽഫ 1 x1 ആൽഫ 2 x2 പ്ലസ് ആൽഫ 3 x3 എന്ത് ആവുന്നത്, 0 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താ,
ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എല്ലാ സ്കേലാർ വാല്യൂസും 0 ആകുമ്പോൾ അത് 0 ആവും എന്നുള്ള കണ്ടീഷൻ. അതല്ല ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും നോൺ സീറോ ആണെങ്കിൽ അതെന്താണ്, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, and here we have a lemma. Suppose two or more non-zero vectors v1, v2, etc. vm are linearly dependent, then one of the vectors is a linear combination of the preceding vectors. That is, the rex is k greater than 1 such that vk is equal to c1 v1 plus c2 v2 plus etc. ck minus 1 ck minus 1 vk minus 1. ഈ ഒരു വെക്ടറിൽ k എന്ന് പറയുന്നത് ഇതൊരു ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുമ്പോൾ, ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ, അതിൽ ഒരു വെക്ടറെങ്കിലും എന്താണ് കോമ്പിനേഷൻ ആയിരിക്കണം, ഒന്നിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ റെക്സ് ഇസ് k greater than 1. Then linear dependence and echelon matrix. Dependence, here one ending is missing. Dependence. Okay, consider the following echelon matrix A whose pivots have been circled and A is equal to the matrix, and observe that the rows R2, R3, R4 have zeros in the second column and below the non-zero pivot in R1, and hence any linear combination of R2, R3, R4 must have 0 as its second entry. Thus, R1 cannot be a linear combination of the rows below. Similarly, the rows R3 and R4 have zeros in the third column below the non-zero pivot value R2, and hence the R2 cannot be a linear combination of the rows below it. And finally, R3 cannot be a multiple of R4 because R4 has a 0 in the fifth column below the non-zero pivot in R3. Viewing the non-zero rows from the bottom up, R4, R3, R2, R1, no row is a linear combination of the preceding rows. Okay, thus the rows are linearly independent, and the non-zero rows of a matrix in echelon form are linearly independent. Okay, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യം എന്താ, ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ റൗണ്ടഡ് ആയിട്ടുള്ള സർക്കിൾഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, 2, 4, 7, 6 ഇതൊക്കെയാണ് പിവോട്ട് വാല്യൂസ് എന്ന് പറയുന്നത്. അത് കാരണം അതിന് താഴെയുള്ളതെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഒരു മെട്രിക്സിൽ ഇതിപ്പം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഈ ഒരു മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് ആ ഒരു റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് അത് ഒരു നോൺ സീറോ എലമെൻ്റ് ആണ്, അതിന് താഴെയുള്ളതെല്ലാം 0 ആണ്. അത്തരത്തിലുള്ളതിനെ നമുക്കൊരു പിവോട്ട് എലമെൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ R1 അതായത് ഫസ്റ്റ് റോ, ഈ ഫസ്റ്റ് റോയിലുള്ള നോൺ സീറോ എലമെൻ്റ് ഏതാണ്, 2 ആണ് അല്ലേ. ആ 2വിന് താഴെയുള്ളതെല്ലാം 0 ആണ്, എല്ലാ റോസിലുള്ള വാല്യൂസും 0 ആണ്. അതുകൊണ്ട് തന്നെ ആ 2വിനെ നമുക്ക് അതിൻ്റെ താഴെയുള്ള റോസിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ, ഇല്ല. അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് റോ നോക്കൂ, നെക്സ്റ്റ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് തേർഡ് കോളത്തിലെ 4 എന്ന് പറയുന്ന എലമെൻ്റ് ആണ് അല്ലേ. അതിന് താഴെ വരുന്നതെല്ലാം 0 ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എലമെൻറ്റിന് അതിന് താഴെയുള്ള ഒരു എലമെൻറ്റിൻ്റെയും കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു റോവും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് റോ നോക്കൂ, നെക്സ്റ്റ് റോയിലുള്ള എലമെൻറ്റ്, ആ ഒരു റോയിലുള്ള നോൺ സീറോ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 7 ആണ്. അതിന് താഴെയുള്ള എലമെൻ്റ് എല്ലാം എന്താണ്, 0 ആണ്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് എന്തായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മറ്റേ ഒരു എലമെൻറ്റ് റോയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ ഒരു റോയും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് റോ അതായത് ഫോർത്ത് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 6 ആണ്, ബാക്കിയെല്ലാം 0 ആണ് വരുന്നത്. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, വി ആർ കാൽക്കുലേറ്റിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഈസ് 6 and below we have 1 0. So this is a pivot element and we cannot write it as a combination of any rows, okay, below it. So this is also independent. അപ്പോൾ ഈ 4 റോസും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
ആണ്. അപ്പോൾ അത് നോ റോ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി പ്രിസീഡിങ് റോസ്. ഇപ്പോൾ R4 എടുത്തു കഴിഞ്ഞാൽ R4ന് താഴെയുള്ള റോ എന്ന് പറയുന്നത് എന്താ? താഴെയുള്ള റോ ഒക്കെ തന്നെ 0 ആ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. അതിന് തൊട്ട് മുകളിലേ നോക്കൂ, R3 നമുക്ക് R4ൻ്റെ പ്രിസീഡിങ് എന്ന് പറയുന്നത് R3 ആണ്. അപ്പം R3ൻ്റെ താഴെയുള്ള എല്ലാം 0 ആയതുകൊണ്ട് തന്നെ അതും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ദീസ് ഓൾ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം എന്താ? ദ നോൺ സീറോ റോസ് ഓഫ് എ മെട്രിക്സ് ഇൻ എക്ലിയോൺ ഫോം ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് റോ റെഡ്യൂസ് എക്ലിയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ എക്ലിയോൺ ഫോമിലെ എല്ലാ നോൺ സീറോ റോസും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു 0 എലമെൻ്റ് ഉണ്ട് എങ്കിൽ, ഒരു 0 റോ ഉണ്ട് എങ്കിൽ അതെന്താണ്? അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ. lemma. Suppose v1, v2, etc. vn spans v, and suppose w1, w2, etc. wm is linearly independent. Then m is less than or equal to n, and v is spanned by a set of form w1, w2, etc. wm, vi1, vi2, etc. vin minus 1. Thus, in particular, n plus 1 or more vectors in V are linearly dependent. കാരണം ഈ V സ്പാൻ ചെയ്യുന്നത് v1, v2, etc. vnലാണ്. അതാണ് അതിൻ്റെ മാക്സിമം ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ സ്പാനാണ്. ഓക്കെ. ഇനി എം എന്ന് പറയുന്നത് എന്താ? W എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് സ്പേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ w1, w2, etc. wm എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ഈ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ടു n ആയിരിക്കാം. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സെറ്റ്, അതായത് n-m, ആ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ n+1 എന്ന് പറയുന്നത്, ഓക്കെ, n+1 എന്ന് പറഞ്ഞ് നമ്മൾ എത്ര എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ. കാരണം നമ്മളിവിടെ സ്പാൻ ചെയ്യുന്നത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ v1 to vm എന്ന് പറഞ്ഞു, അതുപോലെ vi1 to vin minus m എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ m എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ n വരെ നമ്മൾ സ്പാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഒന്ന് അധികം വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വെക്ടറെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ, ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് യു ആൻഡ് വി ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വി ഹാവ് 2 questions here. In the first case, u is equal to 1 to v is equal to 3, 5. അപ്പോൾ ഇവിടെ u എന്ന് പറയുന്നത് 1, 2 ആണ്, v എന്ന് പറയുന്നത് 3, 5 ആണ്. Here 2 vectors u and v are linearly dependent if and only if one is the multiple of the other. അപ്പോൾ ഒരു വെക്ടർ മറ്റൊരു വെക്ടറിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇവിടെ 2 വെക്ടേഴ്സും ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഫസ്റ്റ് കേസിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, u is equal to 1, 2, 3, v is equal to 4, 5, 6. അപ്പോൾ ഈ കേസിൽ ഞാൻ സി എന്നുള്ള ക്വസ്റ്റ്യനാണ് ഞാനിവിടെ വായിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനാണ് വായിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ എന്താണ്? യു വിയും മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അതെന്താണ്? ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ബി 1, 3, 2, 6. അപ്പോൾ ഇവിടെ 1, 3 ആണ്, സെക്കൻഡ് വൺ 2, 6 ആണ്. അപ്പോൾ 2, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1, 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് 2, 6. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 2, 4, 8, 3, 6, 2. അപ്പോൾ 2, 4, 8 മറ്റേ 3, 6, 2 ആണ്. അപ്പോൾ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് 1, 2, 4 എന്ന് കിട്ടി അല്ലേ? ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 2, 4, 8 എന്ന് കിട്ടും. ഓക്കെ. അപ്പം ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതായത് വി എ
നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് യു ആണ്. സോ ദീസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസിനെ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് യു ആൻഡ് വി ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. where u is equal to ut square minus 4t minus 3 and v is equal to 4t square plus 8t minus 6. അപ്പോൾ ഇത്തരം കേസിൽ ഇതൊരു പോളിനോമിയൽ ഫോമിലാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് വണ്ണിനെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ബി, ക്വസ്റ്റ്യൻ ബി, യു ഇസ് ഈക്വൽ ടു 2t സ്ക്വയർ മൈനസ് 3t പ്ലസ് 4 ആൻഡ് വി ഇസ് ഈക്വൽ ടു 4t സ്ക്വയർ മൈനസ് 3t പ്ലസ് 2. അത് രണ്ടും പരസ്പരം മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഡയറക്റ്റായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതെന്തല്ല, ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ല. ഇനി മൂന്നാമത്തെ ഒരു മെട്രിക്സ് ആണ് യു ഇസ് ഈക്വൽ ടു 1 3 4 5 0 1. ഇപ്പോൾ ഇവിടെ നമുക്കതിനെ കോമ്പിനേഷനായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഒന്നിൻ്റെ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മെട്രിക്സ് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഡി ഇസ് ഈക്വൽ ടു 1 1 1, യു ഇസ് ഈക്വൽ ടു 2 2 2. ഓക്കെ, വി ഇസ് ഈക്വൽ ടു 2 2 2, വി ഇസ് 3 3 3 second row. So here one is not the multiple of the other, so we can say this is not ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ചില ക്വസ്റ്റ്യൻസിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റൊന്ന്, ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് ദ വെക്ടേഴ്സ് യു ഇസ് ഈക്വൽ ടു 1 1 2, വി ഇസ് ഈക്വൽ ടു 2 3 1 ആൻഡ് w is equal to 4 5 5 in R3 are linearly dependent. അപ്പോൾ ഇവിടെ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്, സെറ്റ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു വി ഡബ്ല്യു ഈക്വൽ ടു ദി സീറോ വെക്ടർ യൂസിങ് unknowns x y z to obtain the equivalent homogeneous system of linear equations and then reduce the system to echelon form. അപ്പോൾ ഇവിടെ നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു യു വൺ എന്താണ് 1 1 2. ഓക്കെ, ഇവിടെ 2 ആണ്. സോ യു പ്ലീസ് നോട്ട് ദാറ്റ് 2. ഓക്കെ, ദിസ് ഇസ് 2. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇക്വേഷനായിട്ട് ലീനിയർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് x + 2y + z, x + 3y + 5z, 2x + y + 5z = 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഇങ്ങനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദ echelon system has only 2 non-zero equations in 3 unknowns. Hence it is a free variable and a non-zero solution. Thus u, v, w are ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്, അൺനോൺസ് ഉണ്ട് അല്ലെ, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 3 അൺനോൺസ് ഉണ്ട്, 2 ഇക്വേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒന്ന് അതായത് സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്രീ വേരിയബിൾ ആണ്. അപ്പോൾ ആ ഫ്രീ വേരിയബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്ന് ഒരു റോ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അതായത് ദീസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് മെത്തേഡ്, ഹിയർ വി ഹാവ് എ മെട്രിക്സ് ഫോം, മെട്രിക്സ് എ ഹൂസ് കോളംസ് ആർ യു വി ഡബ്ല്യു. ആൻഡ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തുതന്നെയാണ്, ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വെക്ടറിനെ നമ്മൾ താഴോട്ടാണ് എഴുതിയിരിക്കുന്നത്, മെട്രിക്സ് ഫോമിൽ കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയതിന് ശേഷമാണ് നമ്മളതിനെ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷനായിട്ട് മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ കൊടുത്തിരിക്കുമ്പോൾ അവിടെ കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദ കോളംസ് ആർ യു വി ഡബ്ല്യു ആൻഡ് റെഡ്യൂസ് ടു എക്ലിയോൺ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള നമ്മുടെ മെട്രിക്സ് ഫോമിലെ ലീനിയർ ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ളൊരു ഫോമിലേക്കാണ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നത്. സോ ദ തേർഡ് കോളം ഡസ് നോട്ട് ഹാവ് എ പിവോട്ട്, ഹെൻസ് ദ തേർഡ് വെക്ടർ ഡബ്ല്യു ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി ഫസ്റ്റ് 2 വെക്ടേഴ്സ് യു ആൻഡ് വി. ദസ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്തതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോമാണ് ഈ മെട്രിക്സ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റും ഈ തേർഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോസിൻ്റെ
ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ദീസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒബ്സർവ് ദാറ്റ് ദ മെട്രിക്സ് എ ഈസ് ഓൾസോ എ കോഷ്യന്റ് ഓഫ് മെട്രിക്സ് ഇൻ മെത്തേഡ് 1. ഇൻ അതർ വേർഡ്സ് ദിസ് മെത്തേഡ് ഈസ് എസെൻഷ്യലി ദ സെയിം ആസ് ദി ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, സെയിം ആണ്. ആൻഡ് തേർഡ് മെത്തേഡാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ വി ഫോം അനദർ മെട്രിക്സ് ഹൂസ് റോസ് ആർ യു വി ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ആ മെട്രിക്സ് ഫോമിൻ്റെ കോളം വൈസ് എഴുതുന്നതിന് പകരം നമ്മുടെ റോ വൈസ് ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ റോ വൈസ് എഴുതിയിരിക്കുന്ന സമയത്ത് അവിടെ എത്ര നോൺ സീറോ റോസ് ഉള്ളു എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ബിക്കോസ് ദ എക്ലോൺ മെട്രിക്സ് ഹാസ് ഓൺലി 2 non-zero rows and 3 vectors are linearly dependent. The 3 given vectors spans a space of dimension 2. അപ്പോൾ ഇവിടെ ഈ 3 വെക്ടേഴ്സും സ്പാൻ ചെയ്തിരിക്കുന്നത് ഡയമെൻഷൻ 2ലാണ്. കാരണം നമുക്ക് 2 non-zero റോസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. Okay, then next example, determine whether or not each of the following list of vectors in R3 is linearly dependent. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഫസ്റ്റത്തേൽ ഇപ്പോൾ R3 ആണ്, അതായത് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 4 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 വെക്ടേഴ്സിന് R3 എന്ന് പറയുന്ന ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കറിയാം n+1 n വെക്ടേഴ്സ് ഉണ്ട് എങ്കിൽ n+1 എന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മൾ ലെമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് പറയാം, ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇൻ നെക്സ്റ്റ് മെത്തേഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, u is equal to 1 2 5 2 5 1 1 5 2. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. 1 2 5 2 5 1 1 5 2 എന്ന് എഴുതി അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരു ഫ്രീ വേരിയബിൾസ് നമുക്ക് അവിടെ അവൈലബിൾ അല്ല. എല്ലാ റോസിലും നമുക്കൊരു പിവോട്ട് എലമെൻ്റ് ഉണ്ട്. സോ നോ വെക്ടർ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ പ്രീവിയസ് വെക്ടേഴ്സ്. ദസ് ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, and next one, u is equal to 1 2 3, v is equal to 0 0 0 and w is equal to 1 5 6. അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ തന്നെ ഒരു റോ എന്താണ്, 0 0 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, and next question, suppose the vectors u v w are linearly independent. Show that the vectors u plus v, u minus v, u minus 2v plus w are ഓൾസോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് യു വിയും ഡബ്ല്യു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് അതും ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്തൊരു ലീനിയർ കോമ്പിനേഷൻ്റെ ഈക്വൽ ടു 0 ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു പ്ലസ് വി, യു മൈനസ് വി, യു മൈനസ് 2v പ്ലസ് ഡബ്ല്യു, ഇതിനെ നമ്മളൊരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ സമം 0 ആണെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ എക്സ് ഇൻറ്റു യു പ്ലസ് വി, വൈ ഇൻറ്റു യു മൈനസ് വി, സെഡ് ഇൻറ്റു യു മൈനസ് 2v പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി പ്ലസ് സെഡ് യു മൈനസ് 2zv പ്ലസ് സെഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. ദെൻ എക്സ് പ്ലസ് വൈ പ്ലസ് അത് യുവിൻ്റെയും വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ടേംസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു യു പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 2z ഇൻറ്റു വി പ്ലസ് സെഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ബിക്കോസ് യു വി ഡബ്ല്യു ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ യുവും വിയും ഡബ്ല്യുവും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കേലാർ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ മൈനസ് 2z ഇസ് ഈക്വൽ ടു 0, അതുപോലെ സെഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് സെഡ് ഡബ്ല്യു ഈക്വൽ ടു സെഡ് 0 ആണ്. അപ്പോൾ സെഡ് 0 എന്നുള്ളത് നമുക്ക് മറ്റതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഹോമോജിനസ് സിസ്റ്റം ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, അതുപോലെ y is equal to 0 എന്ന് കിട്ടി. അങ്ങനെ ആവുമ്പോൾ ഈ എല്ലാ സ്കേലാർ വാല്യൂസും 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് linear dependence and independence, and these are the references. Thank you.